Hi friends, നമുക്കിന്ന് വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഡേഴ്സ് 103 ബിസിനസ് കോമ്പിനേഷൻ എന്നതിനകത്ത് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം, എന്നാൽ ഇടയ്ക്ക് ചില ക്വസ്റ്റ്യൻസ് വന്ന് നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദി കോൺസെപ്റ്റ് ഓഫ് ഡെഫേർഡ് കൺസിഡറേഷൻ ആൻഡ് കണ്ടിജന്റ് കൺസിഡറേഷൻ. സോ ഈ രണ്ട് ആസ്പെക്ട് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഡെഫേർഡ് കൺസിഡറേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡെഫേർഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് കോമ്പിനേഷനിൽ പറയുവാണ് ₹20 lakhs വിൽ ബി ദ കൺസിഡറേഷൻ. ആൻഡ് അഗെയിൻ നമ്മൾ പറയുവാണ് ₹1 lakh വിൽ ബി പെയ്ഡ് ആഫ്റ്റർ സം ടൈം, അല്ലെങ്കിൽ 1 lakh ഷെയർസ് വിൽ ബി ഇഷ്യൂഡ് ആഫ്റ്റർ 1 year. ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു കൺസിഡറേഷൻ certain ആണ്, ഓക്കെ, നമ്മൾ കൺസിഡറേഷൻ പേ ചെയ്യുമെന്ന് certain ആണ്, ബട്ട് ഇറ്റ് വിൽ ബി അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഡെഫേർഡ് കൺസിഡറേഷൻ. ഓക്കെ, സോ ഡെഫേർഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം സെറ്റിൽമെന്റ് നടത്തുന്നില്ല, അക്വിസിഷൻ ഡേറ്റിൽ സെറ്റിൽമെന്റ് നടത്തുന്നില്ല, എന്നാൽ ഫ്യൂച്ചർ പീരിയഡിലായിരിക്കും സെറ്റിൽമെന്റ് നടത്തുക. ഓക്കെ, ഇതാണ് അതിന്റെ സിറ്റുവേഷൻ. ആൻഡ് ഈ ഫ്യൂച്ചറിൽ സെറ്റിൽമെന്റ് നടത്തുമ്പം ദർ വിൽ ബി എ സിഗ്നിഫിക്കൻറ്റ് ഫിനാൻസിങ് കോമ്പോണന്റ്. നമ്മളിപ്പോൾ എന്താണ്, ഇപ്പം ആ സാധനത്തിന്റെ ഫെയർ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എന്താണോ നമ്മൾ അന്ന് സെറ്റിൽ ചെയ്യാൻ പോകുന്ന വാല്യൂ അത്രയും എമൗണ്ട് കാണില്ല. Therefore, we have to discount it to present value while including in the fair value of consideration transfer. നമ്മൾ പർച്ചേസ് കൺസിഡറേഷന്റെ എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ ആ എമൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തതിന്റെ പ്രസന്റ് വാല്യൂവിലായിരിക്കണം നമ്മൾ കാണിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഡെഫേർഡ് കൺസിഡറേഷൻ എന്ന് പറയുന്ന സംഭവം. സോ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഡെഫേർഡ് കൺസിഡറേഷൻ നോക്കിയാൽ A Limited had acquired 70% shares in B Limited. Consideration will be settled in following way. ₹50 lakhs will be paid immediately. So ഇത് usual consideration ആണ്. And ₹10 lakhs will be after 2 years. ₹10 lakhs will be after 2 years. So അപ്പം നമ്മൾ purchase consideration കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? This 10 lakhs needs to be discounted with its present value. So 10% ആണ് ഡിസ്കൗണ്ട് റേറ്റ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ 10% ഡിസ്കൗണ്ട് റേറ്റ് 10 lakhs അപ്ലൈ ചെയ്ത 2 ഇയേഴ്സിലേക്കുള്ള ഡിസ്കൗണ്ട് ഫാക്ടർ ആയിരിക്കും 0.826. So ₹8.26 will be the fair value of consideration. ₹8.26 will be the fair value of deferred consideration. Therefore, total consideration എത്രയായിരിക്കും? Total consideration will be equal to 50 lakhs plus 8.26 lakhs, which is equal to ₹58.26 lakhs. So ഇതാണ് നമ്മൾ ഡെഫേർഡ് കൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു ആംഗിൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. സോ കൺസിഡറേഷൻ ഇസ് സർട്ടൻ ബട്ട് ദാറ്റ് വിൽ ബി സെറ്റിൽഡ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെഫേർഡ് കൺസിഡറേഷൻ ആംഗിൾ. ദെൻ സെക്കൻഡ് വൺ ആണ് കണ്ടിജന്റ് കൺസിഡറേഷൻ. കണ്ടിജന്റ് കൺസിഡറേഷൻ വരുമ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിജന്റ് കൺസിഡറേഷൻ ഇതും ഫ്യൂച്ചറിൽ സെറ്റിൽമെന്റ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കൺസിഡറേഷൻ ആണ്. സെറ്റിൽമെന്റ് വിൽ ബി ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്, ബട്ട് ഈ സാധനം പേ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് സർട്ടൻ അല്ല, ദാറ്റ് ഇസ് അൺസർട്ടൻ. ദിസ് ഇസ് കണ്ടിജന്റ് ബേസ്ഡ് ഓൺ സർട്ടൻ കണ്ടീഷൻസ്. ഫോർ എക്സാമ്പിൾ, ഫ്യൂച്ചറിൽ ഷെയർ പ്രൈസ് ഇത്രയും കൂടിയാലേ നിങ്ങൾക്ക് ഇത്രയും ഷെയർ കൂടി ഇഷ്യൂ ചെയ്യാം, ഇത്രയും കൺസിഡറേഷൻ കൂടി അഡീഷണൽ തരാം. ഫ്യൂച്ചറിൽ നിങ്ങളുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഈ സബ്സിഡറിനെ അക്വയർ ചെയ്തെന്ന് വിചാരിക്കാം. ആ കേസിൽ ഫ്യൂച്ചറിൽ എന്താണ്, ഫ്യൂച്ചറിൽ നിങ്ങളുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇത്രയും കൂടിയിട്ടുണ്ടെങ്കിൽ ഓൾഡ് ഷെയർ ഹോൾഡേഴ്സിന് ഇത്രയും കൂടി അഡീഷണൽ കൺസിഡറേഷൻ തരാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ഒരു കൺസിഡറേഷന്റെ എമൗണ്ട് പറയുവാണ്. അത് ഫ്യൂച്ചർ ഡേറ്റിൽ സെറ്റിൽമെന്റ് വരുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കണ്ടിജന്റ് കൺസിഡറേഷൻ. അപ്പൊ അവിടെ എന്തൊക്കെയുണ്ട്? ഫ്യൂച്ചർ ഡേറ്റിലാണ് സെറ്റിൽമെന്റ് എന്ന് മാത്രമല്ല, ദിസ് പേയ്മെന്റ് ഇസ് കണ്ടിജന്റ്. ഓക്കെ, ദിസ് പേയ്മെന്റ് ഇസ് കണ്ടിജന്റ്. അപ്പം കണ്ടിജന്റ് ആകുമ്പോൾ എന്താണ് ഒരു പ്രശ്നം? ആ സാധനം ഇപ്പം മുഴുവനായിട്ട് പേ ചെയ്യേണ്ടി വരും. ഈ സാധനത്തിന് എത്ര പേ ചെയ്യേണ്ടി വരും എന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു അപ്ലൈ ദി റിക്വയർമെന്റ്സ് ഓഫ് ഫെയർ വാല്യൂ. ഓക്കെ, അവിടെ അതിനുശേഷം പറയുന്നത് കണ്ടിജന്റ് കൺസിഡറേഷൻ ആയിട്ടൊരു എലമെന്റ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റിൽ നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ ഇൻക്ലൂഡഡ് ആണെങ്കിൽ that should be recognized at acquisition date fair value. Okay, we have to determine what is the fair value of that contingent consideration. എത്രയാണ് അതിന്റെ പ്രോബബിലിറ്റി ഓഫ് സെറ്റിൽമെന്റ്, എന്താണ് എൻറ്റിറ്റിയുടെ ഇപ്പം കണ്ടീഷൻസിന്റെ നേച്ചർ, ഇതെല്ലാം നോക്കിയിട്ട്
ഫെയർ വാല്യൂ നീഡ്സ് ടു ബി മെഷർഡ്. ആ ഫെയർ വാല്യൂലായിരിക്കണം അക്കൗണ്ട് ചെയ്യുന്നത്. അന്നേരം ഫ്യൂച്ചറിലാണ് പേയ്മെന്റ് വരുന്നതെങ്കിൽ അതിന്റെ പ്രസന്റ് വാല്യൂ ഇതെല്ലാം ആ ഫെയർ വാല്യുവേഷനിൽ കൺസിഡർ ചെയ്യും. സോ ആ ഫെയർ വാല്യൂ എത്രയാണോ കണ്ടുപിടിക്കുന്നത് ആ വാല്യൂ ആയിരിക്കും എന്ത് കണ്ടിജന്റ് കൺസിഡറേഷന്റെ എമൗണ്ട് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് യുവർ കണ്ടിജന്റ് കൺസിഡറേഷൻ. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൺസിഡറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അക്വിസിഷൻ ഡേറ്റ്, ഫെയർ വാല്യൂ. ആദ്യത്തെ കേസിൽ പ്രസന്റ് വാല്യൂയിലേക്ക് ഡിസ്കൗണ്ട് ചെയ്യണം ഇൻ കേസ് ഓഫ് ഡെഫേർഡ് കൺസിഡറേഷൻ. കണ്ടിജന്റ് കൺസിഡറേഷനിൽ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി അറ്റ് അക്വിസിഷൻ ഡേറ്റ്, ഫെയർ വാല്യൂ. ഇങ്ങനെ നമ്മൾ ഇനീഷ്യലി ഈ സാധനം കൺസിഡറേഷന്റെ പാർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ സബ്സിക്വന്റ്ലി പേ ചെയ്യാനായിട്ട് ഇതിന്റെ ഒരു എമൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, അത് ഫിനാൻഷ്യൽസിലേക്ക് റെക്കഗ്നൈസ് ചെയ്യണമല്ലോ. ആ ഫിനാൻഷ്യൽസിലേക്ക് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ് പറയുന്നതാണ് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഇൻഡ് AS 109. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഇൻഡ് AS 109. ഓക്കെ, ഈ സാധനത്തിന്റെ ഫ്യൂച്ചറിലുള്ള ട്രീറ്റ്മെന്റ് ഇൻഡ് AS 109 പ്രകാരമാണ് ചെയ്യേണ്ടത്. അതായത് എന്നാണോ ബിസിനസ് കോമ്പിനേഷൻ നടക്കുന്നത് അന്ന് അതിന്റെ നേച്ചർ, വെദർ ഇറ്റ് ഈസ് ഇക്വിറ്റി, ഫിനാൻഷ്യൽ ലയബിലിറ്റി. നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് സ്റ്റാൻഡേർഡ്സ് നോക്കിയാൽ നമുക്കറിയാം ഇക്വിറ്റിക്ക് ദർ ഇസ് എ ഡെഫിനിഷൻ ഫോർ ഫിനാൻഷ്യൽ ലയബിലിറ്റി. ഈ ഡെഫിനിഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഈ പേ ചെയ്യാനുള്ള കണ്ടിജന്റ് കൺസിഡറേഷൻ ഇക്വിറ്റിയുടെ മീനിങ് ആണോ മീറ്റ് ചെയ്യുക, അതെയോ ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ മീനിങ് ആണോ മീറ്റ് ചെയ്യുക എന്ന് നോക്കുക. എന്നിട്ട് ഇക്വിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യുക? അക്വിസിഷൻ ഡേറ്റ്, ഫെയർ വാല്യൂവിൽ നമ്മൾ വാല്യൂ ചെയ്യും. അതിനുശേഷം എന്ത് വാല്യൂവിൽ ചേഞ്ച് വന്നാലും, ഷെയറിന്റെ പ്രൈസിൽ എന്ത് ചേഞ്ച് വന്നാലും, അല്ലെങ്കിൽ സബ്സിക്വന്റ്ലി അതിനെ ബേസ് ചെയ്ത് ഷെയർ ഇഷ്യൂ ചെയ്യണം, അങ്ങനെ എന്ത് ട്രീറ്റ്മെന്റ് വന്നാലും നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മൾ ആ വാല്യൂവിനെ റീമെഷർ ചെയ്യില്ല. പക്ഷേ ഫിനാൻഷ്യൽ ലയബിലിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ ലയബിലിറ്റി ആണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ഫെയർ വാല്യൂ ത്രൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് മോഡലിലായിരിക്കണം സബ്സിക്വന്റ്ലി അക്കൗണ്ട് ചെയ്യുന്നത്. ഇത് ഏതിന്റെയാണ്? ഇൻഡ് AS 103യുടെയും ഇൻഡ് AS 109ന്റെ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ആണ് contingent consideration arising on business combination if it is classified as financial liability, that is to be subsequently treated based on FETPL model. So ഇതാണ് നമ്മുടെ കേസ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് contingent consideration ഒരു ചെറിയൊരു സിറ്റുവേഷൻ കൂടി നമുക്ക് നോക്കാം. എന്താണ്? A limited will pay an additional consideration of 50 lakhs if EBIT increases by more than 25% in 2 years. Okay, so ഇതിന്റെ സെറ്റിൽമെന്റ് എങ്ങനെയായിരിക്കും? 2 years കഴിയുമ്പോൾ ബൈ ഇഷ്യൂവൻസ് ഓഫ് ഈക്വലന്റ് നമ്പർ ഓഫ് ഷെയർസ് ആയിരിക്കും. ആയിരിക്കും. സോ അക്വിസിഷൻ ഡേറ്റ് ഫെയർ വാല്യൂ എത്രയാണ്? rupees 30 lakhs. ഓക്കെ, അക്വിസിഷൻ ഡേറ്റ് ഫെയർ വാല്യൂ ഇതിന്റെ എത്രയാണ്? 30 lakhs ആണ്. ഫെയർ വാല്യൂ ഓഫ് ദിസ് ഷെയർ after 2 years is 50. ഓക്കെ, കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തു, ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഇതാണ് സിറ്റുവേഷൻ തന്നിരിക്കുന്നത്. സോ ഈ സിറ്റുവേഷനിൽ എന്താണ്? ഈ സിറ്റുവേഷനിൽ നമ്മൾ നോക്കിയാൽ എന്താണ്? ഫസ്റ്റ് എന്ത് വന്നാലും കൺസിഡറേഷനിലേക്ക് ആഡ് ചെയ്യേണ്ട എമൗണ്ട് വിൽ ബി ദിസ് 30 lakhs. ഓക്കെ, അക്വിസിഷൻ ഡേറ്റ് ഫെയർ വാല്യൂ. പക്ഷെ അവിടെ നമ്മൾ നോക്കിയാൽ എന്താണ്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അത് അക്കൗണ്ട് ചെയ്യുമ്പം വെദർ ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഓർ ഇക്വിറ്റി ആസ് പെർ ദി ഡെഫിനിഷൻസ് ഓഫ് കണ്ടെയ്ൻഡ് ഇൻ ഇൻഡ് AS 32, 107 ആൻഡ് 109. 32ലാണ് ഡെഫിനിഷൻസ് ഉള്ളത്. അതിനകത്ത് ഡെഫിനിഷന്റെ ബേസിൽ ഇക്വിറ്റി ഓർ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഇതിൽ ഏതാണ് ഇതിന്റെ നേച്ചർ എന്ന് നമ്മൾ അന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് അത് അറിഞ്ഞിട്ട് അതിന്റെ ബേസിസിൽ വേണം സബ്സിക്വന്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ എന്നാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്. അപ്പൊ ഈ ഒരു കണ്ടിജന്റ് കൺസിഡറേഷന്റെ കേസ് നോക്കാം. സോ ഈ ഒരു കണ്ടിജന്റ് കൺസിഡറേഷന്റെ കേസിൽ പർച്ചേസ് കൺസിഡറേഷന്റെ പാർട്ടായിട്ട് നമ്മൾ എത്ര ആഡ് ചെയ്യും? പർച്ചേസ് കൺസിഡറേഷന്റെ പാർട്ടായിട്ട് വി വിൽ ആഡ് 30 lakhs. സോ ഇത്രയും 30 lakhs നമ്മൾ എന്ത് ചെയ്യും? ബുക്സിൽ നമ്മുടെ ലയബിലിറ്റി ഒരു ഇക്വിറ്റി കോമ്പണന്റ് എവിടെയെങ്കിലും കാണിക്കണം. അപ്പൊ അതിനകത്ത് ലയബിലിറ്റി ആണോ ഇക്വിറ്റി ആണോ എന്നാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ലയബിലിറ്റി ഒരു ഇക്വിറ്റി ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയാലും നമുക്ക് ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ ഡെഫിനിഷൻ നോക്കാം. Financial liability comprise of 3 elements. First one, contractual obligation to deliver cash. ഇവിടെ ക്യാഷ് ആയിട്ടാണോ സെറ്റിൽമെന്റ്? അല്ല, ഷെയർസ് ആയിട്ടാണ് സെറ്റിൽമെന്റ്. അതുകൊണ്ട് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ടു ഡെലിവർ ക്യാഷ് ഓർ അനദർ ഫിനാൻഷ്യൽ അസറ്റ് അല്ല, ഇവിടെ നമ്മുടെ ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ് സെറ്റിൽമെന്റ്. സോ ഫസ്റ്റ് ക്രൈറ്റീരിയയിൽ മീറ്റ് ചെയ്യുന്നില്ല. സെക്കൻഡ് ക്രൈറ്റീരിയ എടുക്കാം. Contractual obligation to exchange financial asset or financial liabilities under conditions which are potentially unfavorable to the entity.
അതുമല്ല സിറ്റുവേഷൻ, ഇവിടെ എക്സ്ചേഞ്ചോ സംഭവങ്ങളോ ഒന്നുമില്ല, നമ്മൾ അങ്ങോട്ടേക്കൊന്നും കൊടുക്കുന്നില്ല, സോറി നമുക്ക് ഇങ്ങോട്ടേക്കൊന്നും കിട്ടുന്നില്ല, ബിസിനസ് കോമ്പിനേഷൻ നടന്നു കഴിഞ്ഞു, അതിനുശേഷം 2 വർഷം കഴിയുമ്പോൾ എന്താണ് നമ്മൾ ഷെയർസ് അങ്ങോട്ടേക്ക് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ, ആ സമയത്ത് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സംഭവം ഒന്നുമില്ല. സോ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. തേർഡ് കണ്ടീഷൻ എന്താണ്? എ കോൺട്രാക്ട് that will be or may be settled in entity's own equity instrument. A contract that will be or may be settled in entity's own equity instrument. If it is a derivative contract, variable number of shares will be issued. If it is a non-derivative contract, fixed number of shares will be, if it is a derivative contract, fixed number of shares will be issued. If it is a non-derivative contract, variable number of shares will be issued. ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ലയബിലിറ്റി. സോ ഇവിടത്തെ നമ്മൾ നോക്കുവാണെങ്കിൽ this is own shares. This is own shares. So own sharesന്റെ കേസിൽ നോക്കിയാൽ എന്താണ് പറയുന്നത്? If it is a non-derivative contract, variable number of shares. If it is a fixed derivative contract, fixed number of shares. Okay, ഇങ്ങനെ ഇഷ്യൂ ചെയ്യേണ്ടി വരുന്ന ഒരു എന്താണ് ഒബ്ലിഗേഷൻ, നമ്മൾ ഫ്യൂച്ചറിൽ നമ്മുടെ തന്നെ ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടി വരുന്ന ഒബ്ലിഗേഷൻ എന്താണ്? ഫിനാൻഷ്യൽ ലയബിലിറ്റി ആണെന്നാണ് ആ സ്റ്റാൻഡേർഡ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്താണ്, വെദർ ഇറ്റ് ഇസ് എ ഡെറിവേറ്റീവ് കോൺട്രാക്ട് ഓർ നോൺ ഡെറിവേറ്റീവ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്ടിനെ ഡെറിവേറ്റീവ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 3 conditions are to be satisfied. First one, its value changes based on underlying asset. Based on an underlying asset. Second one, no initial investment or very less initial investment. And third one, it will be settled at a future date. So ഈ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കോൺട്രാക്ട് എന്താണ്, നമ്മുടെ ഷെയർ പ്രൈസിനെയും സംഭവത്തിനെയും ഒന്നും ബേസ് ചെയ്തിട്ട് വാല്യൂ ചേഞ്ച് ആവുന്ന കോൺട്രാക്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അണ്ടർലൈങ് ആയിട്ടൊരു അസറ്റ് പറഞ്ഞിട്ട് അതിനനുസരിച്ച് കോൺട്രാക്ടിന്റെ വാല്യൂ ചേഞ്ച് ആവുന്ന ടൈപ്പ് കോൺട്രാക്ട് ഒന്നും അല്ല ഇവിടെയുള്ളത്. സോ ദിസ് ഇസ് എ നോൺ ഡെറിവേറ്റീവ് കോൺട്രാക്ട്. എന്താണ്, ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഫുൾഫിൽ ആയാൽ നമ്മൾ അത്രയും ഷെയർസ് ഇഷ്യൂ ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും ഇഷ്യൂ ചെയ്യില്ല, ഇത്രയേ ഉള്ളൂ. സോ ഇറ്റ് cannot be considered as a derivative contract. അപ്പൊ എന്ത് ചെയ്യണം ഇവിടെ? ഹിയർ ഇറ്റ് ഇസ് എ നോൺ ഡെറിവേറ്റീവ് കോൺട്രാക്ട്. അതുകൊണ്ട് എന്താണ്, വേരിയബിൾ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ട രീതിയിലുള്ള നമ്മുടെ ഒരു ഒബ്ലിഗേഷൻ ആണ് നമുക്കുള്ളതെങ്കിൽ then this will be a financial liability. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയാൽ എന്താണ്, ഇവിടെ 50 lakhs എമൗണ്ട് is fixed. അതിനുശേഷം എന്താ പറയുന്നത്, ആഫ്റ്റർ 2 years ആ 50 lakhsന് ഈക്വലന്റ് ആയിട്ടുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യും. അപ്പൊ എന്താണ്, ഇവിടെ 50 per ഷെയർ ആണ് വാല്യൂ വന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യും, 50 lakhs ഡിവൈഡഡ് ബൈ 50 per ഷെയർ 1 lakh ഷെയർസ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, ഇതിന് പകരം ഇപ്പൊ എന്തായിരുന്നു, ഫെയർ വാല്യൂ ആഫ്റ്റർ 2 years 40 വന്നിരുന്നെങ്കിൽ 1.25 lakh ഷെയർസ് ഇഷ്യൂ ഇല്ലേ? 50 lakhs ഡിവൈഡഡ് ബൈ 40 1.25 lakh ഷെയർസ് ഇഷ്യൂ ഇല്ലോ. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൺസിഡറേഷൻ ഇസ് ഫിക്സ്ഡ്. ഈ കോൺട്രാക്റ്റില് കൺസിഡറേഷൻ ഇസ് ഫിക്സ്ഡ്. ഓക്കെ, ആൻഡ് നമ്പർ ഓഫ് ഷെയർസ് ഇസ് വേരിയബിൾ. ബേസ്ഡ് ഓൺ ദി ഷെയർ പ്രൈസ്. അപ്പൊ എന്താണ് ഇവിടെ നമുക്കുള്ള ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ നോൺ ഡെറിവേറ്റീവ് കോൺട്രാക്ട്, a contract that will be or may be settled in entity's own shares എന്ന് പറയുന്നത്. അപ്പം ഉറപ്പായിട്ടും ഷെയർ സെറ്റിൽ ചെയ്യണമെന്നില്ല, മേ ബി എന്ന ടെർമിനോളജി യൂസ് ചെയ്തിട്ടുണ്ട് ഡെഫിനേഷനിൽ. അപ്പൊ എന്താണ്, ഈ സാധനം ഉറപ്പായിട്ടും പേ ചെയ്യേണ്ട അല്ലെങ്കിൽ പോലും ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ ഡെഫിനേഷൻ മീറ്റ് ചെയ്യും. സോ മേ ബി സെറ്റിൽഡ് ഇൻ ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സോ an entity contract that will be or may be settled in entity's own equity instrument. If it is a non-derivative contract, variable number of shares issued. So എന്താണ്, ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ ഡെഫിനേഷൻ മീറ്റ് ചെയ്തു. ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ ഡെഫിനേഷൻ മീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, FET-PL മോഡലിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ ഐറ്റത്തിനെ നമ്മൾ മെഷർ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ അക്വിസിഷൻ ഡേറ്റില് ഈ സാധനത്തിന് ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറഞ്ഞ ₹30 lakhs ആ കൺസിഡറേഷനും അസറ്റ് അക്വിസിഷന്റെ എൻട്രിയുടെ കൂട്ടത്തില് എന്താണ്, കണ്ടിജന്റ് കൺസിഡറേഷൻ പേയബിൾ എന്ന് പറഞ്ഞ 30 lakhs ഫിനാൻഷ്യൽ ലയബിലിറ്റി ആയിട്ട് കാണിച്ചു. ഇനി ഫസ്റ്റ് ഇയറിന്റെ സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല, സെക്കൻഡ് ഇയറിന്റെ എൻഡായി. ഓക്കെ, സെക്കൻഡ് ഇയറിന്റെ എൻഡ് ആയപ്പോൾ എന്ത് സംഭവിച്ചു, സെക്കൻഡ് ഇയറിന്റെ എൻഡ് ആയപ്പം നമുക്ക് ഇതിന്റെ പേയ്മെന്റ് നടത്തണം എന്ന സിറ്റുവേഷൻ വന്നു. സോ പേയ്മെന്റ് നടത്തുമ്പോൾ എത്ര ലക്ഷം രൂപയാണ് നമ്മൾ പേ ചെയ്യാൻ പോകുന്നത്? 50 lakhs അല്ലേ പേ ചെയ്യാൻ പോകുന്നത്. സോ ഫെയർ വാല്യൂ ഓഫ് ദിസ് ലയബിലിറ്റി ഹാഡ് ഇൻക്രീസ് ടു 50 lakhs. അപ്പൊ നമ്മൾ എന്ത് എൻട്രി പാസ് ചെയ്യും? P&L account debtor ടു എന്താണ്
ലയബിലിറ്റി ഫോർ കണ്ടിജന്റ് കൺസിഡറേഷൻ. 30 നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് 20 lakhs നമ്മൾ അക്കൗണ്ട് ചെയ്യും. ഓക്കെ, ഇതിന് ശേഷം എന്ത് ചെയ്യുവാണ്, നമ്മൾ ഷെയറിന്റെ ഇഷ്യൂ നടത്തും. ഷെയറിന്റെ ഇഷ്യൂ നടത്തുമ്പോൾ എന്തായിരിക്കും, ലയബിലിറ്റി ഫോർ കണ്ടിജന്റ് കൺസിഡറേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്യും. ടോട്ടൽ 50 lakhs ഇസ് ദി കൺസിഡറേഷൻ. 1 ലക്ഷം ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. സോ 1 lakh into 10 എന്താണ്, 10 lakhs will be the equity share capital and 40 lakhs will be the securities premium. ഇതാണ് നമ്മുടെ സബ്സീക്വന്റ്ലി ഈ ഒരു കണ്ടിജന്റ് കൺസിഡറേഷന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വരിക. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടാമതൊരു സിനേരിയോ നോക്കാം. രണ്ടാമത് കണ്ടിജന്റ് കൺസിഡറേഷന്റെ ഒരു സിനേരിയോ നോക്കാം. എ ലിമിറ്റഡ് will issue 1 lakh equity shares of A Limited as additional consideration. എന്താണ്, 25% increase in EBIT. മേളിൽ പറഞ്ഞിരിക്കുന്ന സെയിം സിറ്റുവേഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അക്വിസിഷൻ ഡേറ്റിലെ ഫെയർ വാല്യൂ എത്രയാണ്, 30 lakhs ആണ്. ഫെയർ വാല്യൂ ഓഫ് ഷെയർസ് ആഫ്റ്റർ 2 years എത്രയാണ്, ഇറ്റ് ഈസ് 50 per share. ഇതാണ് സിറ്റുവേഷൻ. ഇവിടെ എന്താണ് പറയുന്നത്, ഇവിടെ 1 ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്യാം if your EBIT increases by 25 lakhs. ഇവിടുത്തെ കോൺട്രാക്ട് നോക്കിയാലോ, ഫസ്റ്റ് 2 ക്രൈറ്റീരിയ ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്തായാലും മീറ്റ് ചെയ്യില്ല. എന്തുകൊണ്ടാണ്, ഇവിടെ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ടു ഡെലിവർ ക്യാഷ് ഓർ അനദർ ഫിനാൻഷ്യൽ അസറ്റ് ഇല്ല. ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ടു എക്സ്ചേഞ്ച് ഫിനാൻഷ്യൽ അസറ്റ് ഓർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് അണ്ടർ കണ്ടീഷൻസ് വിച്ച് ആർ പൊട്ടൻഷ്യലി ഫേവറബിൾ ടു ദി എൻറ്റിറ്റി, അൺഫേവറബിൾ ടു ദി എൻറ്റിറ്റി ഇല്ല. തേർഡ് വൺ എന്താണ്, a contract that will be or may be settled in entity's own equity shares. If it is a derivative contract, fixed number of shares will be issued. If it is a non-derivative contract, variable number of shares issued. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. സോ ഇവിടുത്തെ കോൺട്രാക്ട് നോക്കിയാലും ദിസ് ഇസ് എ നോൺ ഡെറിവേറ്റീവ് കോൺട്രാക്ട്. ബിക്കോസ് എന്താണ്, ഈ 3 ക്രൈറ്റീരിയ, വാല്യൂ ചേഞ്ചസ് ബേസ്ഡ് ഓൺ അണ്ടർലൈങ് അസറ്റ്, നോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ഫ്യൂച്ചർ ഡേറ്റ്, ഈ 3 ക്രൈറ്റീരിയയും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോൺട്രാക്ട് അല്ല. സോ ഇറ്റ് ഇസ് എ നോൺ ഡെറിവേറ്റീവ് കോൺട്രാക്ട്. ഇവിടെ പക്ഷെ എന്താണ്, നോൺ ഡെറിവേറ്റീവ് കോൺട്രാക്ടിന്റെ കേസിൽ നമ്പർ ഓഫ് ഷെയർസ് ഫിക്സഡ് ആയി പോയി. നമ്പർ ഓഫ് ഷെയർസ് എന്താണ്, ഫിക്സഡ് ആണ്. ബിക്കോസ് 1 lakh ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന പറയുന്ന ഒരു എമൗണ്ട് അല്ല പറഞ്ഞത്. അപ്പൊ എന്താണ്, ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഇവിടെ ഏതാണ്, ഫിനാൻഷ്യൽ ലയബിലിറ്റിയുടെ ഡെഫിനിഷൻ മീറ്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇക്വിറ്റിയുടെ ഡെഫിനിഷൻ നോക്കാം. ഇക്വിറ്റിയുടെ ഡെഫിനിഷൻ മീൻസ് ഇറ്റ് ഈസ് residuary interest in the net assets of the entity. Residuary interest in total assets of the entity after deducting all liabilities. അതായത് residuary interest in the net assets of the entity. അതിനകത്ത് ഒരു കാര്യം കൂടി അഡീഷണൽ ഗൈഡൻസ് പറയുന്നുണ്ട്. നമുക്ക് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ടു ഡെലിവർ ക്യാഷ്, ഓക്കെ, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ടു ഡെലിവർ ക്യാഷ് ഓർ എന്താണ്, ഫിനാൻഷ്യൽ അസറ്റ് or exchange financial asset or financial liability. ഇങ്ങനത്തെ ഒരു സിനേരിയോ ഇല്ല. ആൻഡ് ഒരു നോൺ ഡെറിവേറ്റീവ് കോൺട്രാക്ടിന്റെ കേസിൽ ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ then it will be considered as an equity component. ഈ ടെസ്റ്റിന് പറയുന്ന പേരാണ് ഫിക്സഡ് ടു ഫിക്സഡ് ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് എലമെന്റ് വിൽ ബി കൺസിഡേർഡ് ആസ് പാർട്ട് ഓഫ് യുവർ ഇക്വിറ്റി. അപ്പൊ എന്താണ്, ഇവിടെ നോൺ ഡെറിവേറ്റീവ് കോൺട്രാക്ട് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നോൺ ഡെറിവേറ്റീവ് കോൺട്രാക്ട് ആണ്. വാല്യൂ ഡസ് നോട്ട് ചേഞ്ചസ് ബേസ്ഡ് ഓൺ അണ്ടർലൈങ് അസറ്റ്. സോ ഫിക്സഡ് ആണ് ആ കോൺട്രാക്ടിന്റെ നേച്ചർ, ആ കോൺട്രാക്ടിന്റെ സംഭവം. അതിനകത്ത് ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഫിക്സഡ് ടു ഫിക്സഡ് test is being satisfied. So this is to be treated as an equity component. അപ്പം ഇവിടെ വരുമ്പോൾ എന്താണ്, ഇവിടെ purchase considerationന്റെ പാർട്ടായിട്ട് we will account rupees 30 lakhs. But this 30 lakhs നമ്മൾ എന്ത് ചെയ്യും, ഇത് നമ്മൾ ലയബിലിറ്റി ആയിട്ടല്ല, ഇക്വിറ്റി, അതർ ഇക്വിറ്റിക്കകത്ത് എന്താണ്, കണ്ടിജന്റ് കൺസിഡറേഷൻ, അതിനുവേണ്ടിയുള്ള കോമ്പോണന്റ്, അതായിട്ട് നമ്മൾ എന്താണ്, അതർ ഇക്വിറ്റിക്കുള്ളിലാണ് കാണിക്കുക ഈ ഒരു എലമെന്റിന്. അതിനുശേഷം എന്ത് ചെയ്യുവാണ്, ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഇക്വിറ്റിക്കകത്തേക്ക് ഒരു ഫിഗർ പോയിട്ടുണ്ടെങ്കിൽ there will not be any remeasurement. Okay,
ഫെയർ വാല്യൂ പിന്നീട് നമ്മൾ റീഡിറ്റർമൈൻ ഒന്നും ചെയ്യില്ല. അവസാനം എന്ത് ചെയ്തു, ഈ ഡേറ്റ് വന്നപ്പം എന്ത് ചെയ്യേണ്ടി വന്നു, നമുക്ക് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടി വന്നു. ബിക്കോസ് എബിറ്റ് എന്തായി, 20% കൂടുതലായി. അന്നേരം നമ്മൾ എന്ത് ചെയ്യില്ല, മാർക്കറ്റിലുള്ള 50 പെർ ഷെയർ വാല്യൂ കൺസിഡർ ചെയ്യില്ല. എന്താണോ ഇവിടെ 30 lakhs നമ്മൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്തത്, ആ വാല്യൂ ഷെയർ ഇഷ്യൂവിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ജേണൽ എൻട്രി വരിക. ബിക്കോസ് എന്താണ്, ഇനീഷ്യലി തന്നെ ഇതിന് ഇക്വിറ്റി കോമ്പോണന്റ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്, അതിന് റീമെഷർമെന്റ് ഉണ്ടാവില്ല. അപ്പം എന്തായിരിക്കും ജേണൽ എൻട്രി, ലയബിലിറ്റി ഫോർ കണ്ടിജന്റ് കൺസിഡറേഷൻ ആയിരുന്നു മറ്റേ കേസിൽ. ഇവിടെ എന്താണ്, ലയബിലിറ്റി അല്ല, കണ്ടിജന്റ് കൺസിഡറേഷൻ അണ്ടർ ഇക്വിറ്റി, ഇതാണ് നമ്മൾ കാണിച്ചിരുന്ന അക്കൗണ്ട്. സോ ദാറ്റ് ഈസ് ടു ബി ഡെബിറ്റഡ് വിത്ത് 30 lakhs. 2, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നോക്കിയാൽ 1 lakh ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുക. സോ 1 lakh into 10 will be the face value. So 10 lakhs നമ്മൾ ഇതിലേക്ക് എടുക്കും, ഷെയർ ക്യാപിറ്റലിലേക്ക് എടുക്കും. 2, സെക്യൂരിറ്റീസ് പ്രീമിയം എത്ര രൂപ എടുക്കും, 20 lakhs എടുക്കും. സോ there is a hidden adjustment like this. നിങ്ങൾ നോക്കുവാണെങ്കിൽ മെയ് 2019 റിവിഷൻ ടെസ്റ്റ് പേപ്പറിന് ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സെയിം ക്വസ്റ്റ്യൻ ഇസ് റിപ്പീറ്റഡ്. ഈ ഒരു ആസ്പെക്ട് മാത്രം ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സെയിം ക്വസ്റ്റ്യൻ ഇസ് റിപ്പീറ്റഡ് ഇൻ CMA ഫൈനൽ December 2019 examination. So this is an important question which is a mixer of Ind AS 103 and 109. Okay, അതിന്റെ ഒരു മിക്സർ ആണ്. അപ്പം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും ഇതും ചേർത്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ റിവിഷൻ ടെസ്റ്റ് പേപ്പറിൽ തന്നെയുണ്ട്. സോ ഇതാണ് കണ്ടിജന്റ് കൺസിഡറേഷൻ നമുക്ക് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. ഇനി നമുക്ക് കണ്ടിജന്റ് കൺസിഡറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ there is an interplay between this contingent consideration and deferred consideration. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയാൽ നമ്മുടെ പ്രൊഫഷണൽ ലിമിറ്റഡ് ഓർ ഡൈനാമിക് ലിമിറ്റഡ് അങ്ങനെ ഒരു CA ഫൈനലിന്റെ സ്റ്റഡി മെറ്റീരിയൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് ഈ ഒരു ആംഗിൾ അവർ ടെസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. സോ വാട്ട് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് കണ്ടിജന്റ് കൺസിഡറേഷൻ ആൻഡ് ഡെഫേർഡ് കൺസിഡറേഷൻ? ഇവിടെ എന്താണ്, ആകെ ഇതിനെ വേർതിരിക്കുന്ന ഒരു കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഫ്യൂച്ചർ ഡേറ്റിലാണ് സെറ്റിൽമെന്റ് വരിക. പക്ഷേ ഇതിനെ വേർതിരിക്കുന്ന കോമ്പണന്റ് എന്താണ്, contingent consideration is fixed in nature. Deferred consideration is fixed in nature and contingent consideration is uncertain. Okay, ആ സെറ്റിൽമെന്റ് അൺസർട്ടൺ ആയിരിക്കും. അപ്പം നമ്മളിപ്പോ ലീസിന്റെ സ്റ്റാൻഡേർഡ് നോക്കിയാൽ, അല്ലെങ്കിൽ എന്താണ് വേറെ 1-2 സ്റ്റാൻഡേർഡ്സ് ഒക്കെ നോക്കിയാൽ ഇൻ സബ്സ്റ്റൻസ് ഫിക്സഡ് പേയ്മെന്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അതിന്റെ ഇതെന്താണ്, നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിജന്റ് നേച്ചറിൽ അല്ലെങ്കിൽ എന്താണ് വേരിയബിൾ നേച്ചറിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് കാണും. അതിനകത്ത് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ ഒരു ഫിക്സഡ് കോമ്പണന്റ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് താഴെ പറയുന്ന ഒരു എക്സാമ്പിൾ നോക്കിക്കൊണ്ട് ഈ സംഭവം അനലൈസ് ചെയ്യാം. എന്താണ്, എ ലിമിറ്റഡ് ഒരു അഡീഷണൽ കൺസിഡറേഷൻ പേ ചെയ്യാനായിട്ട് എഗ്രി ചെയ്തു. ദാറ്റ് ഈസ് ഹയർ ഓഫ് ₹35 lakhs and 25% of excess profit in last year. Okay, last yearലെ profit was 200 lakhs and expected profit in next year is 300 lakhs. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സിനേരിയോ. ഈ കേസിൽ നമുക്ക് ഇതൊരു കണ്ടിജന്റ് കൺസിഡറേഷൻ ആണോ ഡെഫേർഡ് കൺസിഡറേഷൻ ആണോ എന്ന് നമുക്ക് തീരുമാനിക്കണം. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ എന്താണ്, ഫസ്റ്റ് കേസ് ഇതിനകത്ത് തന്നിരിക്കുന്ന സിനേരിയോ എടുക്കാം. നമ്മൾ പേ ചെയ്യേണ്ടത് ഹയർ ഓഫ് 2 things ആണ്. ഹയർ ഓഫ് ഫസ്റ്റ് വൺ 35 lakhs, സെക്കൻഡ് വൺ എന്താ പറഞ്ഞേക്കുന്നത് 25% ഓഫ് എക്സസ് പ്രോഫിറ്റ് ഇൻ ലാസ്റ്റ് ഇയർ. അപ്പൊ ഇവിടെ എന്താണ് എക്സസ് പ്രോഫിറ്റ് വരുന്നത് 300-ഉം 200-ഉം തമ്മിലുള്ള ഡിഫറൻസ്, ദാറ്റ് ഈസ് 100 lakhs. അതിന്റെ 25% എന്ന് പറഞ്ഞാൽ 25 lakhs. സോ ഈ കേസിൽ വന്നിട്ടുണ്ടെങ്കിൽ എത്ര രൂപ ഹയർ എത്രയാണ്, ₹35 lakhs. ദിസ് വിൽ ബി പെയ്ഡ്. ഇനി ഇതേ സിനേരിയോ ഈ 300-ന് പകരം 400 lakhs ആയിരുന്നു നമുക്ക് വിചാരിക്കാം. 400 lakhs ആയിരുന്നു എങ്ങനെയായിരുന്നു, ദിസ് ഫസ്റ്റ് എമൗണ്ട് ഇസ് 35 ഫിക്സഡ് ഇൻ നേച്ചർ ആൻഡ് നെക്സ്റ്റ് എമൗണ്ട് എത്രയാണ്, ഡിഫറൻസ് 200 lakhs അഡീഷണൽ പ്രോഫിറ്റ് ഉണ്ട്. അതിന്റെ 25% എന്ന് പറഞ്ഞാൽ 50 lakhs. സോ മിനിമം ഇതിനകത്താണെങ്കിൽ എത്ര എമൗണ്ട് കിട്ടും, 50 lakhs എമൗണ്ട് കിട്ടും. ഈ രണ്ട് കേസ് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കേസ് ഉണ്ട്. എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മുടെ പേയ്മെന്റ് 35 lakhsൽ താഴെ പോകത്തില്ല. എന്ത് സിറ്റുവേഷൻ വന്നാലും ഈ കേസിൽ നമ്മുടെ പേയ്മെന്റ് 35 lakhsൽ താഴെ പോകത്തില്ല. ബിക്കോസ് ഹയർ ഓഫ് 2 values ആണ് നമ്മൾ എടുക്കുക. സോ അതുകൊണ്ടാണ് കണ്ടിജന്റ് കൺസിഡറേഷൻ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ ഇസ് ലൈക്ക് വേരിയബിൾ പേയ്മെന്റ് കണ്ടിജന്റ് ഇൻ നേച്ചർ. പക്ഷെ ഇതിനകത്ത് there is an in substance fixed amount. അതായത് ഏത് സിനേരിയോയിലും മിനിമം കിട്ടുന്ന ഒരു എമൗണ്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. That amount needs to be considered as your
ഫിക്സഡ് കോമ്പോണന്റ്. സോ ഇവിടെ നോക്കിയാൽ നമ്മുടെ 35 lakhs will be considered as fixed component. അതെന്താണ്? സെറ്റിൽമെന്റ് എന്തായാലും certain ആണ്. സോ അത്രയും കോമ്പോണന്റ് ഡെഫേർഡ് കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? അതിന്റെ വാല്യൂ എത്രയാണ് എന്നാണ് സെറ്റിൽമെന്റ് നടക്കുന്നത്, ഡിസ്കൗണ്ട് ചെയ്തിട്ട് ആ എമൗണ്ട് പ്രസന്റ് വാല്യൂയിലേക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ ഏതിലേക്ക് എടുക്കേണ്ടത്? നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ വർക്കിംഗിലേക്ക് എടുക്കേണ്ടത്. ഇനി സെക്കൻഡ് ആസ്പെക്ട് എന്താണ്? ഫിക്സഡ് കോമ്പോണന്റ് 35 lakhs, അതിൽ കൂടുതൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കണ്ടിജൻസി ഇവിടെ ഉള്ളത്. സോ അത്രയും പോർഷൻ ഇസ് അൺസർട്ടൻ. അതിന്റെ ഫെയർ വാല്യൂ ഡിറ്റർമൈൻ ചെയ്ത് കണ്ടിജന്റ് കൺസിഡറേഷൻ എടുക്കണം. അപ്പൊ ഇവിടുത്തെ കേസ് നോക്കിയാൽ എന്താണ്? നമ്മുടെ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് 25% എടുത്തു കഴിയുമ്പോൾ 35 lakhs താഴെയാണ്. അപ്പൊ ഇപ്പോഴത്തെ ഫെയർ വാല്യൂ ഇസ് 0. സോ നോ എമൗണ്ട് വിൽ ബി ടേക്കൺ. ഇല്ലെങ്കിൽ സ്പെസിഫിക്കലി ചിലപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നതാണ്, ഇതിനകത്ത് എക്സ്പെക്ടഡ് സെറ്റിൽമെന്റ് വാല്യൂ ഇസ് 45 lakhs എന്ന് പറയുവാണെങ്കിൽ 35 lakhs is your deferred consideration component and balance 10 lakhs is your fair value of contingent consideration. ആ രീതിയിൽ നമ്മൾ അതിനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ പ്രോബ്ലത്തിനും ചെയ്യാനായിട്ട്. ദിസ് ഇസ് ആൻ ഇന്റർപ്ലേ ബിറ്റ്വീൻ കണ്ടിജന്റ് കൺസിഡറേഷൻ ആൻഡ് ഡെഫേർഡ് കൺസിഡറേഷൻ. സോ ഈ രണ്ട് ആംഗിളിനെ ബേസ് ചെയ്ത് നമ്മുടെ എന്താണ് ICയുടെ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയാലും അല്ലെങ്കിൽ RTP നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഈ ഒരു ആംഗിള് ICയെ ഇടയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട ഏരിയ ആണെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ഏരിയാസിനെ ബേസ് ചെയ്ത് RTP ഓർ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ ആയിട്ട്. സോ അറ്റ് എനി ടൈം ദിസ് ക്യാൻ ബി ആസ്ക്ഡ്. അതുകൊണ്ടാണ് വളരെ ബ്രീഫ് ആയിട്ട് ഈ കോൺസെപ്റ്റ് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത്. സോ താങ്ക് യു.